രാജ്യത്ത് നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മാപ്പപേക്ഷിച്ച് ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖർ. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പൈലറ്റുമാർ പരിചയസമ്പന്നരായിരുന്നുവെന്നും എൻ ചന്ദ്രശേഖരൻ പറയുന്നു. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. സാങ്കേതിക പ്രശ്നങ്ങൾ വിമാനത്തിനുണ്ടായിരുന്നില്ല. ബോയിങ് ടാറ്റ സൺസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് വാങ്ങിയ വിമാനങ്ങളാണ്. അങ്ങനെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ടാറ്റയ്ക്ക് അങ്ങനെ അനുമതി നൽകുമായിരുന്നില്ലല്ലോ, DGCA എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മാപ്പും പറഞ്ഞിട്ടുണ്ടല്ലോ കുടുംബാംഗങ്ങളോട്. ക്രിസ്റ്റീന, ഉന്മേഷ് ഇപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന്റെ പ്രതികരണം. അതായത്, ടാറ്റ നടത്തുന്ന ഒരു വിമാന കമ്പനിയിൽ ഇത്തരത്തിലൊരു അപകടം നടന്നതിൽ വലിയ ദുഃഖമുണ്ട്. നിലവിൽ തങ്ങൾക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിലവിൽ കഴിയുന്നത് കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയെന്നതാണ്. അവരെ പിന്തുണയ്ക്കാൻ തങ്ങൾ എന്തും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഈ വിമാനത്തിന്റെ ഈ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു, ചില ഊഹാപോഹങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിനും അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. വിമാനത്തിന്റെ 2 എഞ്ചിനുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. മുമ്പ് ഒരു സൂചന പോലും, അതായത് വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ വലത് എഞ്ചിൻ 2025 മാർച്ചിലാണ് മാറ്റി പുതിയത് സ്ഥാപിച്ചത്. ഇടത് എഞ്ചിൻ 2023 അവസാനം സർവീസ് ചെയ്തത്. ഇതിന്റെ അടുത്ത സർവീസിന്റെ കാലാവധി വരുന്നത് ഈ വർഷം അവസാനമാണ്. അതുകൊണ്ട് തന്നെ 2 എഞ്ചിനും സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പൈലറ്റുമാരും പരിചയസമ്പന്നരായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ കാത്തിരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അഭിമുഖത്തിൽ അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.